പാർത്ത ഹണി റോസ് രാഹുൽ ഈശ്വറെ പൂട്ടി. ഒരു തരത്തിലും വിമർശനങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, എന്നോട് കളിക്കണ്ട എന്നാണ് ഹണി റോസ് പറയുന്നത്. ബോച്ചെ കിടക്കുന്നത് കണ്ടില്ലേ, അടുത്ത് രാഹുൽ ഈശ്വർ ആണോ എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ ഇക്കാര്യത്തിലെ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുന്നത് കൊണ്ട് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് താല്പര്യക്കുറവുണ്ട്. എങ്കിൽ പോലും അടുത്ത 6-മനായോ 7-മനായോ കാക്കനാട് ജയിലിൽ നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ടാകുമോ? നമ്മുടെ നിയമത്തിൽ ഒരുപാട് വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിൽ ഏതെങ്കിലും ഒരു വകുപ്പ് എടുത്തിട്ട് രാഹുൽ ഈശ്വറിൻ്റെ നേരെ ചുമത്താൻ പോലീസിന് വലിയ പ്രയാസമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ കേരള പോലീസ് ഒരു കൃത്യമായി ഈ പറയുന്നത് പോലെ ഒന്ന് നോക്കിയിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു പഠനം നടത്തിയിട്ട് മാത്രമേ കേസ് എടുക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹണി റോസിൻ്റെ പരാതി പോലീസിൽ ലഭിച്ചിട്ടും ഇത്ര ദിവസമായിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. ആ നിയമോപദേശമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് ലഭിക്കും. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കേസെടുക്കാത്തത് എന്നതൊരു ചോദ്യം തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ പാർത്ത രാഹുൽ ഈശ്വർ അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാം. രാഹുൽ ഈശ്വർ, താങ്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. താങ്കൾ തീർച്ചയായിട്ടും താങ്കൾ കഴിഞ്ഞ ദിവസം ഞങ്ങളോടൊക്കെ സംസാരിച്ചതിൽ താങ്കൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അധിക്ഷേപകരമായ ഒരു കാര്യവും താങ്കൾ പറഞ്ഞിട്ടില്ല. ഒരു തരത്തിലും അറസ്റ്റ് ചെയ്യേണ്ടതായ രീതിയിലുള്ള ഒരു കാര്യങ്ങളും താങ്കൾ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളോട് തന്നെ വ്യക്തമാക്കിയത്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന സ്ഥിതിക്ക് ഒരു വലിയ തിരിച്ചടിയല്ലേ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്? രണ്ടു കാര്യങ്ങളാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ളതിനേക്കാൾ കുറെ കൂടെ സാങ്കേതികമായി നോട്ട് ടു അറസ്റ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് അതിന്റെ നിയമത്തിലെ കാര്യം. ആ നോട്ട് ടു അറസ്റ്റ് കിട്ടാത്തതിന്റെ കാരണം ഓൾറെഡി പോലീസ് FIR അടക്കം രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ ഇൻസ്ട്രക്ഷന് വേണ്ടി കോടതി വെച്ചു എന്നുള്ളതാണ് അതിന്റെ സാങ്കേതികമായ കാര്യം. ഇൻസ്ട്രക്ഷന് വേണ്ടി കോടതി വെച്ചു എന്ന് പറഞ്ഞാൽ പോലീസിന്റെ നിലപാട് എന്താണെന്ന് അറിഞ്ഞ് കോടതിയെ അറിയിക്കണം എന്ന് പറയുകയാണ്. നോട്ട് ടു അറസ്റ്റ് കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ വിമർശനം അതിശക്തമായി തന്നെ ഈ രീതിയിൽ തന്നെ തുടരും. കാര്യം ആ വിമർശനം പൊതുസമൂഹത്തിന് വേണ്ടിയാണ് നടത്തുന്നത്, നമ്മുടെ സഭ്യതയും സംസ്കാരവും നിലനിൽക്കാൻ വേണ്ടിയാണ് നടത്തുന്നത്. അതുകൊണ്ട് ആ നിലപാട് തുടരുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഒരു അറസ്റ്റ് ഉണ്ടായാൽ ജയിലിലേക്ക് പോകാൻ രാഹുൽ ഈശ്വറിന് ഭയമുണ്ടോ? ഒരു മടിയില്ല. കാര്യം ശബരിമല പ്രക്ഷോഭത്തിനടക്കം പല 5 തവണയോളം എന്നെ അറസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ജയിലിലേക്ക് പോകാൻ ഒരു മടിയില്ല. നമ്മുടെ ഒരു പൊതു കൾച്ചറിന് വേണ്ടിയോ സഭ്യതയ്ക്ക് വേണ്ടിയോ മാന്യതയ്ക്ക് വേണ്ടിയോ ജയിലിലേക്ക് പോകാൻ ഒരു മടിയില്ല. മാത്രമല്ല, ശ്രീ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചില കള്ളക്കഥകൾ നമ്മുടെ പോലീസിലെ ചില സുഹൃത്തുക്കളും മാധ്യമങ്ങളിലെ ചില സുഹൃത്തുക്കളും ഉണ്ടാക്കി. അദ്ദേഹം ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്, മുങ്ങാൻ ശ്രമിക്കുകയാണെന്നൊക്കെ. അത് വെറുതെ ആയിരുന്നു. അതേപോലെ രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട്. തിരുവനന്തപുരത്ത് എൻ്റെ വീട് പൗടിക്കോണത്താണ്. ഞാൻ ഇവിടെ തന്നെ കാണും. പോലീസിന് എപ്പം വേണമെങ്കിലും വരാം. എവിടെയും ഓടിപ്പോകാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. കാര്യം അത്തരം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ശരിയാണെന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. ആ വിമർശനങ്ങളിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് എവിടെയും പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. ഇപ്പൊ ഞങ്ങൾ ശ്രമം ഓൾറെഡി തുടങ്ങുന്നത് കേരളത്തിൽ ഒരു മെൻസ് കമ്മീഷൻ, അതായത് വനിതാ കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ വേണം. കൂടുതൽ അത്തരം ജനങ്ങളുടെ ശ്രദ്ധയും ഇപ്പോൾ കിട്ടുന്ന സ്നേഹവും ഊർജവും നമുക്ക് ചാനലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ ഈശ്വറിന് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമായിരിക്കും, ബോച്ചയ്ക്ക് പുറത്തു വരാൻ കഴിയുമായിരിക്കും. സാധാരണ ജനങ്ങൾ ഇത്തരം പരാതികളിൽ പെട്ടുപോയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥസത്യ പരാതികളിൽ പെട്ടുപോയാലോ അവർക്കൊരു പോസിറ്റീവ് മാറ്റം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ ഇപ്പോൾ ഉണ്ട്. അതിശക്തമായി തന്നെ ആ കേസിനെ നേരിടും. കോടതി എന്ത് പറഞ്ഞാലും അത് കേൾക്കുകയും ചെയ്യും. 2 കാര്യങ്ങൾ കൂടി. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പറയുകയുണ്ടായി, അവരൊരു പരാതി കൊടുത്തിട്ട് ഏകദേശം 12 വർഷത്തോളമായി. ആ പരാതിയിൽ ഇതുവരെ ഒരു നടപടി ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന്. 2, ഒരു യൂട്യൂബറായ ഒരു വനിത, അവർ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിലൂടെ അവർ തന്നെ പറയുന്നുണ്ട്, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അവർ ഒരു പരാതി കൊടുത്തിട്ട് ഏകദേശം 25 ദിവസത്തോളമായി. അത് അവരെ പറഞ്ഞതിലല്ല, അവരെ പ്രായപൂർത്തിയാകാത്ത മകളെയും അവരുടെ പ്രായമായ അമ്മയെയും പറഞ്ഞതിനാണ് അവർ പരാതി കൊടുത്തത് എന്ന് പറയുന്നു. അതിന് ഇതുവരെ 25 ദിവസമായിട്ടും ഒരു നടപടിയും പോലീസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അവർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരവുമായി പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ സെലിബ്രിറ്റികൾക്ക് മാത്രമായി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു നീതിയുണ്ടോ? ഇത്തരം കേസുകളിൽ പോലീസ് ഇറങ്ങുന്നത് ചില മാധ്യമങ്ങൾ
മുഖ്യധാരാ മാധ്യമങ്ങളുടെയോ കയ്യടി കിട്ടുമെന്നും അത്തരം കാര്യങ്ങളിൽ പുരുഷന്മാരെ ഒന്ന് ടാർഗറ്റ് ചെയ്താൽ താങ്കൾ എന്തോ വലിയ പുരോഗമനപരമായ കാര്യം ചെയ്തു എന്ന് ധാരണ ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ചാണ്. എല്ലാവർക്കും നീതി കേസുകളുടെ മെറിറ്റ് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ എല്ലാവർക്കും നീതി കിട്ടണം. അത് സ്വിഫ്റ്റായി തന്നെ ഫാസ്റ്റായി തന്നെ കിട്ടണം. എന്നാൽ അതോടൊപ്പം ഏതെങ്കിലും പുരുഷന്റെ നെഞ്ചത്തോട്ട് കയറുന്നതാണ് പുരോഗമനം എന്ന് തെറ്റിദ്ധരിക്കുകയും പാടില്ല. ഇപ്പൊ ഒരു കാര്യം വളരെ ബഹുമാനപരിപ്പിക്കുകയാണ്. റോസ് പറയുകയുണ്ടായി, ഹണി റോസ് ആത്മഹത്യ പോലുള്ള പാടില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചു. ഒന്ന് ആലോചിക്കണം, കേരളത്തിലെ മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുന്ന, മുഖ്യധാരാ മാധ്യമങ്ങൾ കവച തീർക്കുന്ന, പോലീസുകാർ ഓടി ബോധമണ്ണൂറിനെ പോലും അറസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഹണി റോസ് ഒരു അബലയല്ല, ഹണി റോസ് ശക്തയാണ്. അപ്പൊ ഹണി റോസിനെ പോലെ അങ്ങനെ ഒരു പ്രിവിലേജ് ഉള്ള, ഞാൻ കുറച്ചൊക്കെ പ്രിവിലേജ് ഉള്ള ആളാണ്, പ്രിവിലേജ് ഉള്ള വ്യക്തി ആ രീതിയിലൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെയാണ് പുരുഷന്മാർക്കെതിരെ എങ്ങനെ പരാതി വന്നാൽ അവരെ കൊടുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മാറണം. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങളും കൂടെ ചിന്തിക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗിക്കണം. ഞാൻ ഒരു വരി കൂടെ സന്യാസിയുടെ പരിപാടി പറയുകയാണ്. ഞാൻ പല വേദികളിലായത് റേസ് ചെയ്യുന്നുണ്ട്. അപ്പം നിവിൻ പോളിയുടെ കേസ് നമ്മളെല്ലാം കണ്ടു, നമ്മുടെ ഓർമ്മയിലുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് അത് പറയുന്നത്. നിവിൻ പോളിക്കെതിരെ വ്യാജ കൊടുത്ത ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിക്കെതിരെ എന്തുകൊണ്ട് എടുക്കാത്തത്? വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞല്ലോ, എന്തുകൊണ്ട് അറസ്റ്റ് പോട്ടെ, കേസെങ്കിലും എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് ഇരട്ട നീതിയുടെ പ്രശ്നമാണ്. സെലിബ്രേഷൻ ഒരു ഫാക്ട് ഉണ്ട്, മാഡം പറഞ്ഞതുപോലെ പുരുഷന്മാരാണ് മറുഭാഗത്തെങ്കിൽ മാത്രമാണ് വേഗം കൂടുക, ബാക്കി ആരുമാണെങ്കിലും ഉണ്ടാവുന്നില്ല. ഈ ഒരു അവസ്ഥ മാറേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അത്രയും മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയുണ്ടായി. ജനകീയനായ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപം ഉന്നയിച്ചിട്ടും ആ പരാതിക്കാരിക്കെതിരെ അത് തെറ്റാണെന്ന് തെളിഞ്ഞിട്ടും എന്ത് നടപടിയാണ് ഇവിടുത്തെ പോലീസ് സ്വീകരിച്ചത് എന്നുള്ളത്. സത്യത്തിൽ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം, അത് 100% പറയേണ്ട കാര്യം തന്നെയാണ്. അത് ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ തെറ്റ് ചെയ്യാത്ത പുരുഷന്മാർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ടോ? ഏറ്റവും ചോദ്യമാണ് ആ ചോദ്യം. വീണ്ടും വീണ്ടും ചോദിച്ചാലും മതിയാകില്ല, കൂടുതൽ കൂടുതൽ ചോദിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ബാലൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും അനുകൂലമാകണം, രെ വേട്ടയാടുന്നതുമാകരുത്, എല്ലാവർക്കും പോസിറ്റീവായി വരണം. ഈ എല്ലാവർക്കും പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീവിരുദ്ധമാണ് എന്ന് നമ്മുടെ ആൾക്കാർ. അവിടെയാണ് നേരത്തെ പറഞ്ഞത്, ചാണ്ടി സാറിനെതിരെ വ്യാജ പരാതിയാണെന്ന് കോടതി പറഞ്ഞല്ലോ, സംശയമൊന്നുമില്ലല്ലോ. പോലീസ് നിവിൻ പോളിക്കെതിരെ പരാതി വ്യാജമാണെന്ന് പറഞ്ഞല്ലോ. ഹൈക്കോടതി നമ്മുടെ എൽദോസ് കുന്നപ്പ പ്രഗത്ഭനായ സാമാജികൻ MLA ആണ് പറഞ്ഞല്ലോ. അവർക്കെതിരെ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കാൻ? ആണുങ്ങൾക്ക് ജീവിക്കണ്ടേ? ഈ നാട്ടിൽ ആണുങ്ങൾക്കും അവകാശമില്ലേ? അപ്പം ആണുങ്ങളെ ടാർഗറ്റ് ചെയ്താൽ അത് പുരോഗമനമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന വലിയൊരു സമൂഹം നാട്ടിലുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. വളരെ നന്ദി. താങ്ക് യു. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം തന്നെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ആ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായി ഉറച്ചു നിൽക്കുമെന്നും ഈ പറയുന്നത് പോലെ ആളുകളുടെ, അതായത് പുരുഷന്മാരുടെ അവകാശങ്ങൾ, അതായത് പുരുഷൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, അതിലൊരു തെറ്റ് എന്താ പറയുക, അത് തർക്കവുമില്ല. പക്ഷേ അനാവശ്യമായി ഈ പുരുഷന്മാരെ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ് എന്നതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ഉടനെ ജയിലിൽ അടപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ ജയിലിലാക്കുന്ന രീതിയൊന്നും നമുക്കൊരു തരത്തിലും എന്ത് ചെയ്യാൻ കഴിയില്ല, യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വരും, അവർക്കതിനുള്ള ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതായത് സാധാരണക്കാർ, ഇപ്പം ഞാൻ പറയാം, ഇന്ത്യയിൽ 142 കോടി ജനങ്ങളുണ്ട്. കേരളത്തിൽ ഏകദേശം 4 കോടിയുടെ അടുത്ത് ജനങ്ങളുണ്ട്. ഇതിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കുന്ന സെലിബ്രിറ്റികൾ എന്നറിയപ്പെടുന്ന, സാമൂഹ്യ പ്രവർത്തകർ എന്നറിയപ്പെടുന്ന ഒരു എന്താണ് പ്രശസ്തമായി നിൽക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? ഒരു വളരെ ചുരുങ്ങിയ ആളുകളെ ഉണ്ടാവും, 5% ആളുകൾ മാത്രമേ ഉണ്ടാവൂ. ബാക്കി ആളുകളൊക്കെ സാധാരണക്കാരായി ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവർക്കില്ലാത്ത പ്രിവിലേജാണ് ഈ എന്താണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, സിനിമയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ IAS ഓഫീസർമാർ തുടങ്ങിയ ആളുകൾക്കെല്ലാം, രാഷ്ട്രീയക്കാർ, ഇവർക്കെല്ലാം ഉള്ളത്. അപ്പോൾ ഇവർ വിമർശനങ്ങളെ നേരിടേണ്ടി വരും, അത് സ്വാഭാവികമാണ്. ഹണി റോസിനെതിരായിക്കൊണ്ട് ബോച്ചെ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി, അശ്ലീല പ്രയോഗങ്ങൾ നടത്തി, നിരന്തരമായി അദ്ദേഹം ചില ആളുകൾക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നു. ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാം. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ കേസെടുത്തു, അദ്ദേഹം മാപ്പ് പറഞ്ഞു. പക്ഷേ കേസെടുത്തു, ശരി, അതുമായിക്കോട്ടെ, കേസെടുത്ത് അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുന്നു. ഇത്രയും ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു, അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് ബോച്ചെ അത് തിരുത്തണം എന്ന് തന്നെയാണ്. കാരണം ആരെയും അധിക്ഷേപിക്കാനോ ആരുടെയും ശരീരഭാഗത്തെ വെച്ച് മോശം പറയാനോ നമുക്ക് അർഹതയില്ല. അതാണ് ഇപ്പോൾ ബോച്ചെ ചട്ടയും മുണ്ടുമാണ് ഉടുക്കുന്നത്. ആ
അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലോ, അത് വളരെ ശരിയായ കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ബോച്ചയ്ക്ക് ജാമ്യം കിട്ടും. പക്ഷേ ഇതിനിടയിൽ കൂടെ രാഹുൽ ഈശ്വർ പറയുന്ന ആ സാമൂഹ്യ പ്രസക്തമായ കാര്യങ്ങളെ നമ്മൾ എന്തുകൊണ്ട് കാണാതിരിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അയാൾ സ്ത്രീവിരുദ്ധന എന്ന് പറയുന്നതിൻ്റെ കാര്യമുണ്ടോ? രാഹുൽ ഈശ്വർ സമൂഹം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. നാളെ ഞാനോ ധനിയോ ഇവിടെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു സംസാരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു വാക്ക് വായിൽ നിന്ന് വീണു പോയാൽ അതിനെ എടുത്തുകൊണ്ട് കേസ് കൊടുക്കാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ലോകം എങ്ങോട്ടാണ് പോവുക എന്നൊരു ചിന്ത നമുക്ക് വേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും ഇവിടെ വിമർശനമെന്ന് പറയുന്നത് അങ്ങേയറ്റം നമുക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. സുകുമാർ അഴീക്കോടിൻ്റെയൊക്കെ വിമർശനം ഏത് തരത്തിലായിരുന്നു? ഇപ്പോൾ സുകുമാർ അഴീക്കോടൊക്കെ ജീവിച്ചിട്ട് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലും സുകുമാർ അഴീക്കോടും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ സുകുമാർ അഴീക്കോട് മോഹൻലാലിനെ എന്താണ് വിളിച്ചത്? മനസ്സിലാക്കണം, സുകുമാർ അഴീക്കോട് മോഹൻലാലിന് പദപ്രയോഗം ഞാൻ ഇവിടെ പറയുന്നില്ല, വിളിച്ചത് വലിയ ഒരാളുടെ ഇമേജിന് ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്. പക്ഷേ മോഹൻലാൽ അതിന് മറുപടി പറയുകയാണ് ചെയ്തത്, അല്ലാതെ കേസ് കൊടുക്കാൻ പോയില്ല. എന്താ പോവാഞ്ഞേ? കേസ് കൊടുക്കാൻ പോവാഞ്ഞത് അതൊരു വിമർശനവും അതൊരു സംവാദവുമാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഹണി ഈ പറയുന്ന ബോച്ചക്കെതിരെ കേസ് കൊടുത്തല്ലേ ഞാൻ പറയുന്നത്, അത് അവരുടെ പേഴ്സണൽ കാര്യം. കുറേ ഞരമ്പോളി കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞരമ്പോളികൾ, അവർക്കെതിരെ കേസ് കൊടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇത് വന്നിട്ട് മറ്റവളാണ്, നീ എൻ്റെ കൂടെ അതാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കുറേ നാറികളുണ്ട്, അവരെല്ലാം പിടിച്ച് ജയിലിടണം തന്നെയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സ്ത്രീയാണ്. ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ഇൻ്റർവ്യൂവിൽ അവരൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ്, എനിക്കൊന്ന് മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു. അതിൽ അവർ പറയുന്നത്, എൻ്റെ ശരീരത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ പ്രൗഡാണ്. അത് നിങ്ങൾ വച്ചുകെട്ടലെന്നോ എന്ത് പറഞ്ഞാലും, എൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ അധിക്ഷേപിച്ചാലും ഞാനതൊന്നും ബോദർ ചെയ്യുന്ന പ്രശ്നമേ അല്ല. ഞാൻ എൻ്റെ ശരീരത്തിൽ പ്രൗഡാണ്. എനിക്ക് എൻ്റെ ശരീരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തെ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ അക്കാര്യത്തിൽ പ്രൗഡാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഓരോ സ്ത്രീയും അങ്ങനെ ആവണം. നമ്മളെ കുറവുകളെയോ നമ്മുടെ കൂടുതലുകളെയോ ആളുകൾ വിമർശിക്കുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് എൻ്റെ ശരീരത്തിൽ അതിൽ വൈകല്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിൽ കുറവുകളുണ്ടോ കൂടുതലുണ്ടോ അത് ഞാനാണ് അറിയേണ്ടത്, അത് മറ്റൊരുത്തനല്ല അറിയേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരുവളല്ല അറിയേണ്ടത്. അപ്പം അതിൽ ഞാൻ അവരോട് ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. ബോച്ച ഇനി ഒരു സ്ത്രീയോടും പല സ്ത്രീകളോടും അദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുമായി ഒരു സൈക്കിളിൽ പോകുമ്പോൾ പുറകിലിരുന്നിട്ട് ഞങ്ങൾ 2 പേരാണ് ഇപ്പോൾ പോകുന്നത്, തിരിച്ചു വരുമ്പോൾ 3 പേരാകുമോ എന്നൊക്കെ ചോദിക്കുന്ന വഷളൻ ചോദ്യങ്ങൾ. എന്നുവെച്ചാൽ വഷളൻ എന്നതിനപ്പുറം കഴപ്പ് മൂത്ത് കിടക്കുന്ന ചില ഞരമ്പ് രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്രയും വലിയ ബിസിനസ്സുകാരനായി കോടീശ്വരൻ ചോദിക്കുന്നത്. കോടീശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വൃത്തികേടുകൾ ചോദിച്ചാൽ കേട്ടുകൊണ്ടിരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. സത്യത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ അത്തരം ഇതില്ലാത്തതുകൊണ്ട്, പ്രകോപനപരമായ പല കാര്യങ്ങളും പറഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവനെയൊക്കെ പച്ചക്കവളി മടൽ വെട്ടി അടിച്ച് പരാതി കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഇത് തീർക്കണമെന്നുള്ളതാണ്. കാരണം ഇവനെയൊക്കെ വീട്ടിൽ ചെന്ന് 4 അടി കൊടുത്തിട്ട് തിരിച്ചു വരണമെന്നാണ്. ഇനി ഒരുത്തരടുത്ത് ഇത്തരം വഷളത്തരം പറയരുത് എന്നുള്ളതാണ്. പക്ഷേ ബോച്ച കിടക്കേണ്ട ആൾ തന്നെയാണ് അയാൾ. ഹണി റോസിനോട് മാത്രമല്ല പല പെൺകുട്ടികളോട് നന്മയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു പെൺകുട്ടികളോടും ഇത്രയും മോശമായ രീതിയിൽ പറയരുത്. വ്യൂസ് കൂട്ടാനായി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കർ ചിരിച്ചു കൊടുക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അത് അവരുടെ ജോലിയാണ്, അവരെയും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ എങ്കിൽ പോലും ഇവനെ പോലുള്ളവനെ വളർത്താൻ പാടില്ല. അല്ല, അത് ശരിയാണ്. ഈ ബോച്ച പക്ഷേ അതിലൊരു കാര്യം ഞാൻ കാണുന്നത്, ബോച്ച അതിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ല തന്നെ അവിടെയാണ് കാര്യം. എന്താ വെച്ചാൽ നമ്മൾ കൊലപാതകവും ഇത്തരം കാര്യങ്ങളും നമ്മൾ കൂട്ടിക്കുഴയ്ക്കരുത്. കൂട്ടിക്കുഴയ്ക്കരുത്. കാര്യം എന്താണെന്നറിയോ, ഞാൻ പറയട്ടെ, നമ്മളിപ്പം ഒരാൾക്കെതിരെ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഇമേജിന്റെ ഡാമേജ്, അവർക്കുണ്ടാകുന്ന ഷോക്കുകളൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് പ്രശ്നമുണ്ട്. അവർ ചിലപ്പം വാക്കുകൾ കൊണ്ട് കീറി മുറിക്കപ്പെട്ടാൽ അത്രയും കാലം അവർ ഷോക്കായി പോവാം, സ്വാഭാവികമാണ്. പക്ഷേ ഈ കേസ് കൊടുത്തുകൊണ്ട് ഞാൻ പറയുന്നത് ബോച്ചെ ആജീവനാന്തകാലം ജയിലിൽ ഇടണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണ് രോഗികൾക്ക് ഇത്ര പാഠമായിരിക്കണം. അത് ശരിയാണ്, ഒരു പാഠമായിരിക്കണം. ഇനി അത് അദ്ദേഹം ആവർത്തിക്കാൻ പാടില്ല. ഇത് വളരെ കറക്റ്റാണ്. രണ്ടാമത്തൊരു വശം എന്ന് പറയുന്നത്, ഇവർ പറയുന്ന പോലെ രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം രാഹുൽ ഈശ്വർ ഇവർക്കെതിരെ അസഭ്യകരമായി ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ഇവർ പറയുന്നത് എന്താ? രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്താണ്? രാഹുൽ ഈശ്വർ പറഞ്ഞത്, ഇവിടുത്തെ ആളുകളുടെ ഒരു ലൈംഗിക ദാരിദ്ര്യത്തെ വിറ്റ് ജീവിക്കുന്നുണ്ട് എന്ന് ഈ ഫറാ ഷിബില പറഞ്ഞ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ്
അവരുടെ പേര് സംഗീത ലക്ഷ്മണ പറഞ്ഞ ഒരുപാട് ആളുകളുടെ തുടർച്ചയായി വരുന്ന വിമർശനം തന്നെയാണ് ആര് ഉന്നയിച്ചിട്ടുള്ളത്? രാഹുൽ ഉന്നയിച്ചിട്ടുള്ളത്. അതെ, അത്ര പോലും ഉന്നയിച്ചിട്ടില്ല. സത്യത്തിൽ അവർ പറഞ്ഞ പോലെ ഒന്നും രാഹുൽ ഈശ്വർ പറഞ്ഞില്ല. ബഹുമാനത്തോടും മാന്യതയോടും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുൽ ഈശ്വറിനോട് ഇപ്പൊ ആളുകൾ പറയും രാഹുൽ ഈശ്വറിനോട് നമുക്ക് ഭയങ്കര സ്നേഹമാണ്. ഇല്ല, രാഹുൽ ഈശ്വറിന്റെ എല്ലാ പ്രാർത്ഥന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് മറ്റുള്ള നിലപാടുകളോട് ഒരു യോജിപ്പും ഇല്ലാത്ത ഒരാളാണ്. ഞാനത് അദ്ദേഹത്തോട് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് പല അവസരങ്ങളിൽ. പക്ഷേ ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വർ ഒരിടത്തും ഒരു മോശമായ രീതിയിൽ സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ അല്ല, അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെ കേസെടുക്കാൻ പോലീസ് അല്പം വൈകുന്നത്. പക്ഷേ പ്രഷർ ചുമത്തിക്കൊണ്ട് ഈ സ്ത്രീപക്ഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇവിടെ ഗൗരവത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ, നമ്മളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളോട് യോജിച്ച് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. മുഖ്യമന്ത്രി പോലും പറയുന്നുണ്ട് നമ്മുടെ നാടാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാറുണ്ടല്ലോ അല്ലേ? അതുപോലെ നരേന്ദ്രമോദി പറയുന്നുണ്ട് ഭാരത സംസ്കാരം എന്നൊക്കെ ഇടയ്ക്ക് പറയും. ഞാൻ പറയുന്നത് ഈ സോക്കോൾഡ് സംസ്കാരമൊന്നും അല്ല, അതിനെക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകളുടെ ഈ ഹണി റോസ് പോകുന്ന സ്ഥലത്ത് അത്രയും ആളുകൾ കൂടുന്നത് എന്താ? ഹണി റോസ് ഒരു സിനിമാ നടിയായതുകൊണ്ട് മാത്രമാണോ? സത്യസന്ധമായി സംസാരിച്ചാൽ ഹണി റോസ് ഒരു സിനിമാ നടിയായതുകൊണ്ട് മാത്രമല്ല. പക്ഷേ ഇത്തരത്തിൽ ആളുകളുടെ മാനസിക അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ് ഉണ്ടാക്കരുത് എന്നാണ് ആര് പറഞ്ഞത്? രാഹുൽ ഈശ്വർ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങളായിട്ട് അതിന് വഴി ഉണ്ടാക്കരുത് എന്ന് കരുതിയിട്ട് ഹണി റോസിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കരുതെന്നോ ഹണി റോസിന് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകരുതെന്നോ ഒന്നുമല്ല. ഇവിടെ എത്രയോ അധികം നടിമാർ എത്രയോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്, എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്കെതിരെ ഞരമ്പ് രോഗികൾ ആക്രമണം അയച്ചു വിടുന്നുമുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സാമൂഹികമായ വശം കൂടെ ഇതിനകത്തുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇവർ പല ആളുകൾ പറഞ്ഞ സമയത്തും, അതായത് ബാലയ്യ പറഞ്ഞ സമയത്തും വേറെ ചില ആളുകൾ പറഞ്ഞ സമയത്തും ഒന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളതും, ഇത് പറഞ്ഞ സമയത്ത് കൈകൂപ്പി വളരെ സന്തോഷം എന്ന് പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ചില കാര്യങ്ങളിൽ രണ്ട് പേരുടെ ഭാഗത്തും ശരികേടുകളുണ്ട്, രണ്ടാളുടെ ഭാഗത്തും തെറ്റുകളുമുണ്ട്. എന്തായാലും സ്ത്രീകളെ അധിക്ഷേപിക്കാതിരിക്കുക, വിമർശിക്കാം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും.